أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇപ്പോൾ ഖുതുബകളിൽ ഉഹുദ് യുദ്ധത്തിന്റെ അനുസ്മരണമാണ് നടന്നുവരുന്നത്. പറഞ്ഞു വന്നതുപോലെ മുസ്ലിങ്ങൾ പൊതുയുദ്ധത്തിൽ കാഫിര്യങ്ങൾക്ക് വലിയ നഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. അവർ പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതരായി. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കർശന നിർദ്ദേശമുണ്ടായിട്ടും മലയിടുക്കിൽ സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മലയിടുക്ക് ഉപേക്ഷിച്ചു. അപ്പോൾ ശത്രുക്കൾ ആ വഴിയിലൂടെ ആക്രമണം നടത്തി മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: മുശ്രിക്കീങ്ങളുടെ പതാകവാഹകർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. ആർക്കും തന്നെ പതാക ഏറ്റെടുക്കാനോ അതിന്റെ അടുക്കൽ വരാനോ പോലും ധൈര്യമുണ്ടായില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ മുശ്രിക്കീങ്ങൾ നിലംപരിശാകാൻ തുടങ്ങി. മാത്രമല്ല പിന്തിരിഞ്ഞോടാനും നിർബന്ധിതരായി. അല്പനേരം മുമ്പ് വരെയും സന്തോഷഭാവത്തിൽ ആവേശപൂർവം ദഫ് മുട്ടിക്കൊണ്ട് പാട്ടുപാടിക്കൊണ്ടിരുന്ന സ്ത്രീകളും ദഫുകൾ വലിച്ചെറിഞ്ഞ് മലയിലേക്ക് ഓടാൻ തുടങ്ങി. മുസ്ലിങ്ങൾ ശത്രുക്കൾ പിന്തിരിഞ്ഞോടുന്നത് കണ്ടപ്പോൾ അവരെ പിന്തുടർന്ന് അവരിൽ നിന്ന് ആയുധങ്ങളും യുദ്ധമുദ്രകളും സ്വരുക്കൂട്ടാൻ തുടങ്ങി. അതേസമയം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് തന്നെ വന്നാലും തങ്ങളുടെ സ്ഥലം വിട്ടുപോകരുതെന്ന് നിർദ്ദേശം നൽകി മലയിടുക്കിൽ നിയമിച്ചിരുന്ന അമ്പെയ്ത്തുകാരുടെ സൈന്യം അവിടെ നിന്ന് സമരാർജിത സ്വത്തുക്കൾ സ്വരുക്കൂട്ടാൻ ഓടിവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഈ സൈന്യത്തിന്റെ നേതാവ് ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജുബൈർ ഒരു ഘട്ടത്തിലും ഇവിടെ നിന്ന് മാറാൻ കൽപ്പനയില്ലെന്ന് പറഞ്ഞ് ശക്തമായി വിലക്കിയെങ്കിലും അവരത് അംഗീകരിക്കാതെ പറഞ്ഞു, മുശ്രിക്കീങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇതും പറഞ്ഞ് അവർ മലയിൽ നിന്ന് ഇറങ്ങി സമരാർജിത സ്വത്തുക്കൾ സ്വരുക്കൂട്ടാൻ തുടങ്ങി. അവരിൽ ഭൂരിപക്ഷവും തങ്ങളുടെ സ്ഥലം ഒഴിഞ്ഞുപോയെങ്കിലും അമീർ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ജുബൈറും ഏതാനും ചില സ്വഹാബാക്കളും തങ്ങളുടെ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചു. ഇവരുടെ എണ്ണം 10 കുറവായിരുന്നു. മലയിടുക്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരോട് അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന കൽപ്പന എന്തു തന്നെയായാലും നിങ്ങൾ ഇവിടെ നിന്ന് മാറരുത് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടതാണ്. പക്ഷേ അവരിൽ ഭൂരിപക്ഷവും അമീറിന്റെ നിർദ്ദേശത്തോട് യോജിച്ചില്ല. സമരാർജിത സ്വത്തുക്കൾ സ്വരുക്കൂട്ടാൻ താഴേക്ക് ഇറങ്ങി വന്നു. ഇതാണ് അധിക ചരിത്രകാരന്മാരും എഴുതിയിട്ടുള്ളത്. ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും പൊതുവായി ഇതേ പരാമർശം തന്നെയാണ് കിട്ടുന്നത്. അതായത് സ്വഹാബാക്കൾ യുദ്ധമുതലിനുള്ള തിടുക്കം കാരണം മലയിടക്ക് ഒഴിവാക്കുകയുണ്ടായി. സൂറ ആലു ഇമ്രാനിലെ 153-ാം ആയത്ത്, മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളിൽ ഭൗതികതയെ ആഗ്രഹിക്കുന്നവരുമുണ്ട്, നിങ്ങളിൽ ആഖിറത്തിനെ കാക്ഷിക്കുന്നവരുമുണ്ട്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ അധികം മുഫസ്സിരീങ്ങളും എഴുതിയിട്ടുള്ളത് സ്വഹാബാക്കൾ യുദ്ധം മുതൽ സ്വരുക്കൂട്ടാൻ ധൃതി കാണിച്ചു എന്നാണ്. എന്നാൽ സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഭൗതികേച്ഛയിൽ മലയിടുക്ക് ഒഴിവാക്കി എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദും ഒരു വ്യാഖ്യാനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് ഞാൻ തുടർന്ന് വിവരിക്കുന്നതാണ്. ഇതിൽ തഫ്സീറിനെ പറ്റി ആദ്യം ചില കാര്യങ്ങൾ പറയാം.
മുഴുവൻ ആയത്തും പാരായണം ചെയ്യാം. അത് ഇപ്രകാരമാകുന്നു: വലക്കത് സദക്കക്കുമുല്ലാഹു വഅദഹു ഇദ് തഹസൂനഹും ബിഇദ്നി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ സുമ്മ സറഫക്കും അൻഹും ലിയബ്തലിയക്കും വലക്കത് അഫാ അൻകും വല്ലാഹു സൂ ഫദ്ലിൻ അലൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നിങ്ങൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ തന്റെ വാഗ്ദാനം നിങ്ങൾക്ക് നിറവേറ്റി തന്നു. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ശേഷം നിങ്ങൾക്ക് ധൈര്യക്ഷയം സംഭവിക്കുകയും പ്രവാചകൻ നിങ്ങൾക്ക് നൽകിയ കൽപ്പനയിൽ നിങ്ങൾ പരസ്പരം തർക്കിക്കുകയും നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോൾ അവൻ തന്റെ സഹായം പിൻവലിച്ചു. നിങ്ങളിൽ ചിലർ ഈ ലോകത്തെ ആഗ്രഹിക്കുന്നവരായിരുന്നു, നിങ്ങളിൽ പരലോകത്തെ ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരുന്നു. പിന്നീട് അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നും നിങ്ങളെ തിരിച്ചുവിട്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നിങ്ങൾക്ക് തീർച്ചയായും മാപ്പ് നൽകിയിരിക്കുന്നു. അള്ളാഹു സത്യവിശ്വാസികളോട് വളരെയേറെ ഔദാര്യം ചെയ്യുന്നവനാകുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇതിനു മുമ്പുണ്ടായ യുദ്ധം സമരാർജിത സ്വത്തിനായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഈ യുദ്ധത്തെ പറ്റിയാണ് ഈ ആയത്തെന്നോ വിലയിരുത്തപ്പെടുന്നു. സഹാബാക്കളെ സംബന്ധിച്ച് അവർക്ക് യുദ്ധമുതലിനോട് അത്യാർത്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, മറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് പോലും അവരുടെ അന്തസ്സിന് നിരക്കാത്തതാകുന്നു. ഇവർ തങ്ങളുടെ ഭാര്യാമക്കളെയും തങ്ങളുടെ ജീവൻ തന്നെയും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹഭാജനമായ അള്ളാഹുവിൻ്റെയും അവന്റെ റസൂലിന്റെയും ചരണങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞവരായിരുന്നു. ഇതിനു മുമ്പേ തന്നെ അവർ തങ്ങളുടെ സമ്പത്തും സാമഗ്രികളും എല്ലാം ആ മാർഗത്തിൽ നൽകിക്കഴിഞ്ഞിരുന്നു. സംഭവങ്ങളിൽ വിവരിച്ചതുപോലെ ഷഹാദത്തിന്റെ അദമ്യമായ ആഗ്രഹത്തിൽ അവർ പുറത്തുപോയി യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചവരുമായിരുന്നു. ഈ യുദ്ധങ്ങൾ സമരാർജിത സ്വത്തുക്കൾ നേടാൻ വേണ്ടിയല്ല ചെയ്തിരുന്നത്. അത് മുസ്ലിങ്ങൾക്ക് മേലുള്ള ഒരു ആരോപണം മാത്രമാകുന്നു. വിജയത്തെ തുടർന്ന് സമരാർജിത സ്വത്തുക്കൾ കിട്ടുന്നത് ഒരു അനുബന്ധ കാര്യം മാത്രമാണ്. എന്നാൽ ഒരിക്കലും സഹാബാക്കളുടെ ലക്ഷ്യം സമരാർജിത സ്വത്തുക്കൾ കരസ്ഥമാക്കുകയല്ലായിരുന്നു. ഏതായാലും ഇസ്ലാമിക ചരിത്രത്തിലും അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്ര വിവരണങ്ങളിലും ചരിത്രകാരന്മാരും ഹദീസ് പണ്ഡിതന്മാരും വ്യാഖ്യാതാക്കളും എവിടെയോ പിഴവ് സംഭവിച്ചു എന്നാണ് കരുതുന്നത്. ഏതെങ്കിലും നിവേദനത്തിന്റെ പ്രാമാണികതയെയും മറ്റും ഉപോത്ബലകമാക്കി അവർ അത് ശരിയായിരിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിൽ സഹാബാക്കൾ യുദ്ധമുദ്രകൾ ശേഖരിക്കാൻ താഴേക്ക് ഇറങ്ങിയെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ പരിണിതിയുടെയും പ്രഭാവത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് എത്രമാത്രം കോട്ടമുണ്ടാക്കുമെന്നോ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ വ്യക്തിത്വത്തിനായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ശിക്ഷണം ലഭിച്ച സഹാബാക്കളെ കുറിച്ചായാലും അവരുടെ അന്തസ്സിന് എത്രമാത്രം വിരുദ്ധമാണെന്നോ അവർ ചിന്തിച്ചില്ല. ഏതായാലും സഹാബാക്കളുടെ ത്യാഗവും ഷഹാദത്തിനുള്ള അദമ്യമായ ആഗ്രഹവും കാണുമ്പോൾ സഹാബാക്കൾ സമരാർജിത സ്വത്തുക്കൾ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം മലയിടുക്ക് ഒഴിവാക്കാൻ ധൃതി കാണിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. മുസ്ലിങ്ങൾ വിജയിച്ചതായും ശത്രുക്കളെ തുരത്തുന്നതായും അവരെ ഓടിക്കുന്നതായും കണ്ടപ്പോൾ മലയിടുക്കിൽ നിയമിതരായ സഹാബാക്കൾ വ്യക്തമായ വിജയത്തിൽ ഭാഗഭാക്കാകാൻ വെമ്പൽ കൊള്ളുകയും വിജയത്തിൽ കലാശിച്ച ഈ യുദ്ധത്തിന്റെ അവസാന നിമിഷത്തിലെങ്കിലും അവരോടൊപ്പം തങ്ങൾക്കും സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചതായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ മറ്റ് സഹോദരങ്ങൾ നേരിട്ട് ജിഹാദിൽ പങ്കെടുക്കുന്നു. തങ്ങളാകട്ടെ ഈ മലയിടുക്കിൽ നിൽക്കുകയുമാണ്. ചുരുങ്ങിയത് വിജയത്തിന്റെ സന്തോഷമെങ്കിലും ആഘോഷിക്കാമെന്ന് അവർ കരുതിയിരിക്കാം. എന്നാൽ അവരുടെ അമീർ ഹസരത്ത് അബ്ദുല്ല ബിൻ ജുബൈർ കൂടുതൽ ഉൾക്കാഴ്ചയുള്ള വ്യക്തിയായിരുന്നു എന്ന് വ്യക്തമായി. അദ്ദേഹത്തിന്റെ ശ്രദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു തന്നെ സംഭവിച്ചാലും അവിടെ നിന്ന് മാറരുത് എന്ന് പറഞ്ഞ കൽപ്പനയിലായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെയും തീരുമാനമുണ്ടായത്. എന്തു തന്നെയായാലും
തങ്ങൾ അവിടെ നിന്ന് മാറരുത് എന്നത് തന്നെയായിരുന്നു ശരിയായ തീരുമാനവും. എന്നാൽ പറഞ്ഞു വന്നതുപോലെ ഹദ്രത്ത് മുസ്ലിം തലനുവിന്റെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത നോട്ട്സുകളിൽ ഈ ആയത്തിന്റെ തഫ്സീറുണ്ട്. അതോടൊപ്പം അദ്ദേഹം എഴുതുന്നു, മിൻകുമ്മൈ യുരീദു ദുനിയ. ഇവിടെ ദുനിയ എന്നതിന്റെ അർത്ഥം യുദ്ധം മുതൽ എന്നല്ല, മറിച്ച് ഭൗതികമായ കാര്യങ്ങളാണ് വിവക്ഷ. ആഖിറത്ത് എന്നതിന്റെ അർത്ഥം അവസാനം പരിണിതഫലം എന്നൊക്കെയാകുന്നു. യുദ്ധം മുതൽ കിട്ടുകയില്ലെന്ന് അവർ ചിന്തിച്ചുവെന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. ബദർ യുദ്ധത്തിൽ ചില നിർബന്ധിത സാഹചര്യങ്ങളാൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും അതിൽ നിന്നുള്ള സമരാജിത സ്വത്തുക്കൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് മേൽ ചിന്താഗതി തികച്ചും അബദ്ധമാകുന്നു. സഹാബാക്കളെ സംബന്ധിച്ച് ഭൗതിക തൽപരതയെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല. ഇതാണ് ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നത്. തുടർന്ന് പറയുന്നു, അവർ തങ്ങളും ഈ ഉഹദ് യുദ്ധത്തിൽ ഭാഗഭാക്കാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഈ യുദ്ധത്തിൽ ഭാഗഭാക്കായി കാഫിരീങ്ങളെ വധിക്കണമെന്നതും ഭൗതിക ചിന്ത തന്നെയാണ്. സമരാർജിത സ്വത്തിൽ പങ്കാളികളാകുക എന്നതല്ല ഇവിടെ വിവക്ഷ. പറയുന്നു, തങ്ങൾ ഈ യുദ്ധത്തിൽ ഭാഗഭാക്കാകുന്നതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചത്. എന്നാൽ ഇതും ഒരു ഭൗതിക ചിന്തയായിരുന്നു. ഭൗതിക ചിന്ത എന്ന് പറയുന്നത് കേവലം യുദ്ധം ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുന്നത് ഭൗതിക ചിന്താഗതി തന്നെയാണ്. നിങ്ങൾ കൽപ്പന പാലിക്കേണ്ടതായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അനുസരിക്കാനും ദീനിനു വേണ്ടിയുള്ള യുദ്ധം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയും മറ്റൊരു സ്ഥലത്ത് ഡ്യൂട്ടി നിശ്ചയിക്കുകയും ചെയ്യുമ്പോൾ പ്രസ്തുത കൽപ്പന നടപ്പിൽ വരുത്തുന്നതാണ് യഥാർത്ഥ ദീൻ, അല്ലാതെ യുദ്ധം ചെയ്യുകയല്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, വമിൻകും യുരീദുൽ ആഖിറ. നിങ്ങളുടെ നേതാവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ആഖിറത്താണ് ആഗ്രഹിച്ചിരുന്നത്. അവരുടെ ലക്ഷ്യം അന്ത്യവും പരിണിതഫലവുമായിരുന്നു. ഇതിന്റെ പരിണിതഫലം നല്ലതായിരിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവർ അനുസരണക്കേടിന് ശേഷമുള്ള ഫലം കാണുന്നുമുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരും അതാണ് ശരിയെന്ന് മനസ്സിലാക്കിയിരുന്നു. നേതാവിന്റെയും അദ്ദേഹത്തോട് ഐക്യപ്പെട്ട ആളുകളുടെയും വീക്ഷണം പരിണാമഗുപ്തിയിൽ എത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പാലിക്കുന്നത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രധാനമുള്ളതാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് വിപരീതമായി നിങ്ങളുടെ ദൃഷ്ടി ഉപരിപ്ലവമായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഈ വിവക്ഷ സഹാബാക്കളുടെ കർമ്മങ്ങളുടെയും ത്യാഗത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹാബാക്കളുടെ അന്തസ്സിന് അനുയോജ്യമാകുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഹദ്രത്ത് മുസ്ലിം മൗദിന്റെ ഈ കുറിപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് വിവരിക്കുന്നു, അദ്ദേഹത്തോട് തർക്കിക്കുന്നവർ ഭൗതികതയാണ് ആഗ്രഹിച്ചത്. എന്നാൽ സൈനിക സംഘത്തിന്റെ തലവൻ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജുബൈർ ആത്യന്തിക പരിണിതിയാണ് ആഗ്രഹിച്ചത്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, ഇത് സംബന്ധമായി ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തന്റെ നോട്ട്സിൽ ഒരു നല്ല പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നു, ഇവിടെ ദുനിയ എന്നതിന് സമരാർജിത സ്വത്ത് എന്ന് വിവക്ഷ നൽകുന്നവർ ശരിയല്ല. അവർ താൽക്കാലികമായ വിജയത്തെയാണ് കണ്ടത്. ആദ്യം പ്രകടമായ കാര്യമായിരുന്നു, അതായത് യുദ്ധം വിജയമായിരുന്നു. അവരുടെ വീക്ഷണത്തിൽ ഇവിടെ ദുനിയ എന്നതിന്റെ വിവക്ഷ അവരതിലാണ് ദൃഷ്ടി ഊന്നിയത്. അബ്ദുല്ലാ ബിൻ ജുബൈറിന്റെ ദൃഷ്ടി ആഖിറത്തിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൃപ്തിയിൽ ഏറ്റവും വലിയ വിജയം അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. എന്തു തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തനാകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. താൽക്കാലികമായി ഈ കാണുന്ന കാര്യങ്ങളെല്ലാം തികച്ചും നിരർത്ഥകവും അയഥാർത്ഥവുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നമ്മുടെ യഥാർത്ഥ നന്മ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി കരസ്ഥമാക്കുകയാണ്. തുടർന്ന് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഭൗതിക ലോകമാണോ അതല്ല ആഖിറത്താണോ ആഗ്രഹിക്കുന്നത് എന്ന തർക്കം തന്നെ പരസ്പരം ബന്ധമില്ലാത്തതാകുന്നു. കാരണം ഭൗതികത എത്രയാണ് ഉണ്ടായിരുന്നത്, അത് കൗതുകകരമായ ഒരു സംഗതിയായി മാത്രം കാണപ്പെടുന്നു. പറയുന്നു, മലയിടുക്കിൽ സംരക്ഷണത്തിന് നിശ്ചയിക്കപ്പെട്ടവർ ഓടിയെത്തുമ്പോഴേക്കും
എല്ലാ സാധനങ്ങളും വീതിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. എന്നിട്ടല്ലേ അവർക്ക് അവിടെ എത്താൻ ധൃതിയായിരുന്നു എന്ന ചിന്ത. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? പറയുന്നു, തങ്ങളുടെ ആളുകളെ സംബന്ധിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തുക. എല്ലാവരും വിജയപേരി മുഴക്കുകയും സന്തോഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമീപത്ത് നിൽക്കുകയും പരസ്പരം ആശംസ നേരുകയും ചെയ്യുന്നുണ്ടാകും. എന്നിരിക്കെ തങ്ങൾ എന്തിന് പിന്നിലാകണമെന്ന് അവർ ചിന്തിച്ചിരിക്കാം. ചില സമയത്ത് സന്തോഷ പ്രകടനവും വിജയഭേരിയും മുഴക്കുന്നിടത്തേക്ക് ഓടിയെത്തുക എന്നത് പ്രകൃതിദത്തമായ കാര്യമാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, ഇവിടെ താമസത്തിനിടയിലും വല്ല നല്ല കാര്യവും അറിയുമ്പോൾ അവർ ഒരുമിച്ച് കൂടുന്നത് സാമ്രാജ്യ സ്വത്തുക്കൾ സ്വരുക്കൂട്ടുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സന്തോഷത്തിൽ പങ്കാളികളാകാനാണ് എത്തുന്നത്. അവരുടെ വീക്ഷണത്തിലും എല്ലാവരും താഴെ സന്തോഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൂടെ ചുറ്റിലും കൂടി സന്തോഷം പങ്കുവെക്കുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയായിരിക്കുന്നു. നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, നമുക്കും അവിടേക്ക് പോകാം. എന്നാൽ ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ ജുബൈറിന്റെ ദൃഷ്ടി ആഖിറത്തിലായിരുന്നു. അത് ഈ സന്തോഷത്തെക്കാൾ ആനന്ദകരവുമായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നമ്മൾ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. നമുക്ക് ലഭിച്ച കൽപ്പന പാലിക്കുകയും വേണം. അതിൽ കിട്ടുന്ന ആനന്ദം അവിടെയുള്ള സന്തോഷം കൊണ്ട് കിട്ടുന്നതല്ല. ഏതായാലും ഒരു ഭാഗത്ത് കാഫിര്യങ്ങളുടെ സൈന്യം പൂർണ്ണമായും പരാജിതരായി പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. മറുഭാഗത്ത് മലയിടുക്കിൽ നിയമിക്കപ്പെട്ടിരുന്ന 50 ആളുകളിൽ 40ഓളം യോദ്ധാക്കൾ മലയിടുക്ക് ഒഴിവാക്കി താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഖാലിദ് ബിൻ വലീദ്, അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ടായിരുന്നില്ല, അമ്പെയ്ത്തുകാർ നിന്നിരുന്ന മലയിടുക്ക് കാലിയാണെന്നും ഏതാനും പേർ മാത്രമേ ഉള്ളൂ എന്നും കണ്ടപ്പോൾ ഇക്രിമ ബിൻ അബൂജഹലിനെയും കൂട്ടി തന്റെ കുതിരപ്പടയുമായി തിരിച്ചു വന്നു. അവർ മലയിടുക്കിലെത്തി അമ്പെയ്ത്തുകാരിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെ ആക്രമിച്ചു. ഈ ആക്രമണം എത്ര ശക്തമായിരുന്നു എന്നാൽ ഒരൊറ്റ ആക്രമണത്തിൽ തന്നെ സംഘത്തലവനായ ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ജുബൈറിനെയും അവശേഷിച്ച സംഘാംഗങ്ങളെയും വധിക്കുകയുണ്ടായി. അവർ അബ്ദുല്ലാഹ് ബിൻ ജുബൈറിന്റെ മൃതദേഹം വികൃതമാക്കി, കൈയും കാലും മറ്റവയവങ്ങളും ഛേദിച്ചു. അതിനുശേഷം കാഫിര്യങ്ങളുടെ ഈ സൈനിക സംഘം താഴേക്കിറങ്ങി ഓർക്കാപ്പുറത്ത് മുസ്ലിങ്ങളെ വലയം ചെയ്തു. മുസ്ലിങ്ങൾ ഒന്നും അറിയാതെ സമരാർജിത സ്വത്തുക്കൾ സ്വരുക്കൂട്ടുന്നതിലും മുശ്രിക്കീങ്ങളെ ബന്ദികളാക്കുന്നതിലും വ്യാപൃതരായിരുന്നു. അപ്പോൾ അവിചാരിതമായി മുശ്രിക്കീങ്ങളുടെ സംഘം കുതിരകളെയും ഓടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ തലയ്ക്ക് മീതെ എത്തി. അവർ ഉസ്സ, ഹുബുൽ ദേവതകളെ പ്രകീർത്തിച്ച് മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു. അത് ഉഹുദ് യുദ്ധം മുശ്രിക്കീങ്ങളുടെ അടയാളമായിരുന്നു. അവർ മുസ്ലിങ്ങളുടെ അടുക്കൽ എത്തിയതും ഓർക്കാപ്പുറത്ത് അവരെ വാൾമുനയിൽ നിർത്തി. മുസ്ലിങ്ങൾ സ്തംഭിച്ചുപോയി. അവർ പല ഭാഗത്തേക്കും ഓടാൻ തുടങ്ങി. അവർ സ്വരുക്കൂട്ടിയ യുദ്ധമുതലുകളും ബന്ദികളാക്കിയവരെയും വിട്ടുകൊണ്ട് മുസ്ലിങ്ങൾ നാലുപാടും ചിതറിയോടി. അവരുടെ അണികളും ക്രമീകരണവും ഒന്നും ബാക്കിയായില്ല. പരസ്പരം അവർക്ക് അറിയാൻ പോലും കഴിഞ്ഞില്ല. ആ സമയത്ത് മുശ്രിക്കീങ്ങളുടെ പതാക മണ്ണിൽ കിടക്കുകയായിരുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഒരു സ്ത്രീ, ഉംറ ബിൻത്ത് അക്ലമ, അത് ഉയർത്തിപ്പിടിച്ചു. മുശ്രിക്കീങ്ങളെ ഉച്ചത്തിൽ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. പിന്തിരിഞ്ഞോടുന്ന മുശ്രിക്കീങ്ങൾ തങ്ങളുടെ പതാക ഉയർന്നത് കണ്ടപ്പോൾ യുദ്ധഗതി മാറിയെന്ന് മനസ്സിലാക്കി. എല്ലാവരും തിരിച്ചു വന്നു, തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ ഒരുമിച്ചു കൂടി. ഒരു ഗ്രന്ഥകാരൻ പറയുന്നു, ചോരയും മണ്ണും പുരണ്ട ഖുറൈശികളുടെ പതാക ഉംറ ബിൻത്ത് അക്ലമ എന്ന സ്ത്രീ എടുത്തുയർത്തി. അവൾ അതിനെ ആവേശപൂർവ്വം എടുത്തു പറത്താൻ തുടങ്ങി. യുദ്ധമൈതാനത്ത് നിന്ന് ഓടിപ്പോയവരെ കുറ്റപ്പെടുത്താനും തുടങ്ങി. അവർ മക്ക കാഫ്രീങ്ങളെ തിരിച്ചു വിളിക്കാനും ആരംഭിച്ചു. അങ്ങനെ പരാജിതരായ കാഫ്രീങ്ങൾ ഉഹുദ് മൈതാനത്ത് ഒരുമിച്ച് കൂടി തുടങ്ങി. അവർ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മുസ്ലിങ്ങളെ വളഞ്ഞു. മുസ്ലിങ്ങൾ യാതൊരു ആശങ്കയുമില്ലാതെ അണികളൊക്കെ ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു ക്രമവും ഉണ്ടായിരുന്നില്ല. അന്ന് നിരവധി മുസ്ലിങ്ങൾ ഷഹീദായി. ആദ്യമുണ്ടായ വിജയം പരാജയത്തിന്റെ പരീക്ഷണ രൂപം പൂണ്ടു. ഒരു ഗ്രന്ഥകാരൻ
ആ സമയത്തെ അവസ്ഥയുടെ നഖചിത്രം ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. മുസ്ലിങ്ങൾ അമ്പെയ്ത്തുകാരുടെ അബദ്ധം കാരണം തങ്ങളുടെ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്തി. അവരുടെ അണികൾ ചിന്നിച്ചിതറി. അവർ സാമ്രാജ്യ സ്വത്തുക്കൾ വലിച്ചെറിഞ്ഞു. പരിഭ്രാന്തിയിൽ പരസ്പരം കൊല്ലാൻ തുടങ്ങി. അവരിൽ പലരും ഉന്മാദരെ പോലെയായി. എവിടെ പോകുമെന്ന് പോലും അവർക്ക് അറിവുണ്ടായില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടുവെന്ന മുശ്രിക്കീങ്ങളുടെ വിളംബരത്തിന് ശേഷം വലിയ കഠിന പരീക്ഷണമായിരുന്നു. അതിൽ നിരവധി മുസ്ലിങ്ങൾ സ്വന്തം സഹോദരങ്ങളുടെ കൈയാൽ അബദ്ധത്താൽ കൊല്ലപ്പെട്ടു. ചില വേളകളിൽ മുസ്ലിങ്ങളെ തന്നെ വധിക്കുകയുണ്ടായി. ഖാലിദിന്റെ നടപടി ശത്രുക്കളുടെ വലിയ അംഗബലത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയപ്പോൾ അത് മുസ്ലിങ്ങളുടെ ചെറിയ സംഘത്തെ നശിപ്പിക്കുമെന്നും അവസാനിപ്പിക്കുമെന്നും വരെ ആശങ്കയുണ്ടായി. ഏതായാലും അള്ളാഹു വീണ്ടും കരുഞ്ഞൊരിഞ്ഞു. അങ്ങനെ ശത്രുക്കൾ ആഗ്രഹിച്ചത് സഫലമായില്ല. ഹദ്രത്ത് ഹുസൈഫയുടെ പിതാവ് യമാൻ മുസ്ലിങ്ങളുടെ കൈകളാൽ വധിക്കപ്പെട്ടതിനെ പറ്റി എഴുതുന്നു. അബദ്ധത്തിൽ സഹാബാക്കൾ പരസ്പരം വധിച്ചതിന്റെ ഒരു ഉദാഹരണം ഹദ്രത്ത് ഹുസൈഫയുടെ പിതാവ് യമാനാകുന്നു. അദ്ദേഹത്തെ മുസ്ലിങ്ങൾ ആളറിയാതെ ഷഹീദാക്കുകയുണ്ടായി. ഇബ്നു ഇസാഖ് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ സാബിത്ത് വഖ്ഷും ഹസീൽ ബിൻ ജാബിറും, ഇദ്ദേഹത്തിന്റെ പേര് യമാൻ എന്നാകുന്നു. ഇദ്ദേഹം ഹുസൈഫയുടെ പിതാവുമാണ്. രണ്ടുപേരും വൃദ്ധന്മാരായിരുന്നു. അവർ മുസ്ലിം സ്ത്രീകളും കുട്ടികളും സംരക്ഷണാർത്ഥം അഭയം തേടിയ കോട്ടയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്ത് കാത്തിരിക്കുകയാണ്? രണ്ട് വൃദ്ധന്മാരും കോട്ടയ്ക്കുള്ളിലായിരുന്നു. സംസാരത്തിനിടയിൽ പറഞ്ഞു, ഇനി നമ്മൾ എന്താണ് കാത്തിരിക്കുന്നത്? നമുക്കും വാളുയർത്തിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നമുക്കും സന്ധിക്കാം. ഒരുപക്ഷെ അള്ളാഹു നമുക്ക് ഷഹാദത്ത് തന്നേക്കാം. അങ്ങനെ അവർ വാളുമേന്തി കാഫിര്യങ്ങൾക്ക് മേലെ എത്തി. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ ഇടകലരുകയും ചെയ്തു. അതായത് ഈ രണ്ട് മഹാത്മാക്കളും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നും മദീനയിൽ തന്നെ ഉണ്ടെന്നുമാണ് മുസ്ലിങ്ങൾ കരുതിയത്. അതേസമയം അവർ രണാങ്കണത്തിൽ എത്തി യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലായില്ല. അതാരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. സാബിത്ത് ബിൻ വഖ്ഷിനെ കാഫിര്യങ്ങളാണ് ഷഹീദാക്കിയത്. എന്നാൽ ഹുസൈഫയുടെ പിതാവിനെ മുസ്ലിങ്ങൾ അറിയാതെ ഷഹീദാക്കുകയുണ്ടായി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഹുസൈഫ പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, എന്റെ പിതാവ് ഷഹീദായിരിക്കുന്നു. മുസ്ലിങ്ങൾ പറഞ്ഞു, അള്ളാഹുവാണേ, ഞങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അബദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടതാണ്. വാസ്തവത്തിൽ അവർ പറഞ്ഞത് സത്യവുമായിരുന്നു. ഹുസൈഫ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ അർഹമുർ റാഹിമീനാകുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈഫയ്ക്ക് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബ്ലഡ് മണി നൽകാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അബദ്ധത്തിൽ മുസ്ലിങ്ങളുടെ കൈയാൽ ഷഹീദായതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് ബ്ലഡ് മണി നൽകുക. എന്നാൽ ഹുസൈഫ വാങ്ങിയില്ല. അത് വാങ്ങാൻ വിസമ്മതിക്കുകയും മുസ്ലിങ്ങൾക്ക് മാപ്പാക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഹുസൈഫയുടെ വിലയും നിലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും മുസ്ലിങ്ങളുടെയും പക്കൽ വളരെയേറെ വർദ്ധിക്കുകയുണ്ടായി. ഈ യുദ്ധത്തിൽ ഹദരത്ത് ഹംസയും ഷഹീദാക്കപ്പെടുകയുണ്ടായി. അതിന്റെ വിവരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമർ ബിൻ ഇസാഖ് നിവേദനം ചെയ്യുന്നു, ഉഹദ് ദിവസം ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ രണ്ട് ഗർഗങ്ങളുമേന്തി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അസദുല്ല, അതായത് അള്ളാഹുവിന്റെ സിംഹമാകുന്നു. ഇതും പറഞ്ഞ് അദ്ദേഹം മുന്നോട്ടും പിന്നോട്ടും നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതേ നിലയിൽ അദ്ദേഹം വഴുതി വീണു. അദ്ദേഹത്തെ നീഗ്രോയായ അസ്വദ് കാണുന്നുണ്ടായിരുന്നു. അബൂ ഉസാമ പറയുന്നു, അയാൾ അദ്ദേഹത്തെ അമ്പെയ്ത് വധിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഹദരത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹദരത്ത് ഹംസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യൻ മാത്രമല്ല, മുലകുടി ബന്ധത്തുള്ള സഹോദരനുമായിരുന്നു. വളരെ ധീരമായി പൊരുതിക്കൊണ്ടിരുന്നു. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഖുറൈശികളുടെ അണികൾ ചിന്നിച്ചിതറിക്കൊണ്ടിരുന്നു. പക്ഷേ ശത്രുക്കൾ അദ്ദേഹത്തിന് വേണ്ടി തക്കം പാർത്തിരുന്നു. ജുബൈർ ബിൻ മുത്അം വഹ്ശി എന്ന പേരുള്ള തന്റെ ഒരു അടിമയെ സ്വതന്ത്രനാക്കാമെന്ന വാഗ്ദാനം നൽകി കൊണ്ടുവന്നിരുന്നു. അതായത് ഹംസ ജുബൈറിന്റെ പിതൃവ്യൻ ത്വഈം ബിൻ അദിയിനെ ബദറിന്റെ അവസരത്തിൽ
വാൾ കൊണ്ട് വകവരുത്തിയിരുന്നു. അതുകൊണ്ട് ഹംസയെ വധിച്ച് അതിന് പ്രതികാരം ചെയ്യണം. അങ്ങനെ വഹശി ഒരു സ്ഥലത്ത് തക്കം പാർത്ത് ഒളിച്ചിരുന്നു. ഹംസ ഒരാളെ ആക്രമിച്ചുകൊണ്ട് അവിടെ നിന്ന് പോരുമ്പോൾ അയാൾ തക്കം പാർത്ത് അദ്ദേഹത്തിന്റെ നാഭിക്ക് കീഴെ തന്റെ ചെറിയ ശരം എയ്തു. അത് കൊണ്ടതും ശരീരം തുളച്ചുപോയി. ഹംസ ഇടറി വീണു. വീണ്ടും എഴുന്നേറ്റ് ധൈര്യം സംഭരിച്ച് വഹശിയുടെ അടുത്തേക്ക് നീങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും വീണ്ടും തെന്നി വീഴുകയുണ്ടായി. അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിക സൈന്യത്തിന്റെ വളരെ ബലവത്തായ ഒരു കൈ അറ്റുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഹംസ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വളരെ സങ്കടമുണ്ടായി. നിവേദനത്തിൽ പറയുന്നു, തായിഫ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസയുടെ ഘാതകന് മാപ്പ് നൽകിയെങ്കിലും ഹംസയോടുള്ള സ്നേഹാദരവ് കാരണം വഹശി തന്റെ മുന്നിൽ വരരുതെന്ന് കൽപ്പിക്കുകയുണ്ടായി. അന്ന് വഹശി ഇങ്ങനെ ഒരു ശപഥം ചെയ്തു: ഏത് കൈകൊണ്ടാണോ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവിനെ വധിച്ചത്, അതേ കൈകൊണ്ട് ഇസ്ലാമിന്റെ വലിയൊരു ശത്രുവിനെ വകവരുത്തുന്നതുവരെ വിശ്രമിക്കുന്നതല്ല. അതായത് മുസ്ലിമായപ്പോൾ അയാളുടെ ചിന്താഗതിയും വീക്ഷണവും എല്ലാം മാറി. അങ്ങനെ ഹസ്രത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം യമാമ യുദ്ധത്തിൽ വ്യാജ നുബുവത്ത്വാദിയായ മുസൈലിമ കദ്ദാബിനെ വധിച്ചുകൊണ്ട് തന്റെ ശപഥം നിറവേറ്റി. ഹസ്രത്ത് ഹംസയുടെ മൃതദേഹം വികൃതമാക്കപ്പെടുകയും ചെയ്തിരുന്നു. നിവേദനത്തിൽ പറയുന്നു, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഉഹദ് യുദ്ധ ദിവസം സൈന്യങ്ങളോടൊപ്പം വന്നിരുന്നു. അവരുടെ പിതാവ് ബദറിൽ ഹംസയുമായുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവസരം കിട്ടിയാൽ ഹംസയുടെ കരൾ ചവയ്ക്കുമെന്ന് അവൾ നേർന്നിരുന്നു. ഏതായാലും അത്തരമൊരു സന്ദർഭം വരികയും ഹസ്രത്ത് ഹംസയ്ക്ക് പ്രയാസം നേരിടുകയും ചെയ്തു. മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിന്റെ മൃതദേഹം വികൃതമാക്കി രൂപം മാറ്റി, മൂക്കും കാതും മറ്റും ഛേദിച്ചു. ഹംസയുടെ കരളിന്റെ ഒരു കഷ്ണം കൊണ്ടുവരികയും അത് ചവച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അവർ അത് തിന്നാൻ തുനിഞ്ഞെങ്കിലും അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തുപ്പിക്കളഞ്ഞു. ഈ സംഭവത്തെ പറ്റി അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അഗ്നിയെ ഹംസയുടെ ഇറച്ചിയിൽ നിന്ന് എന്നേക്കുമായി ഹറാമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയുടെ മൃതദേഹത്തിനടുത്തെത്തി പ്രകടിപ്പിച്ച വികാരങ്ങളെയും അദ്ദേഹത്തിന്റെ ഉന്നത സ്ഥാനത്തെപ്പറ്റി നൽകിയ സുവാർത്തകളെയും പറ്റി നിവേദനത്തിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ ഹസ്രത്ത് ഹംസയുടെ കരളെടുത്ത് ചവച്ചിട്ടുണ്ടായിരുന്നു. ഇബ്നു ഹിഷാം പറയുന്നു, ഈ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് പറഞ്ഞു, അല്ലയോ ഹംസ, നിന്റെ ഈ പ്രയാസത്തെ പോലെ മറ്റൊരു പ്രയാസവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതിനേക്കാളും വേദനയുള്ള മറ്റൊരു ദൃശ്യവും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുമില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ എന്നോട് പറഞ്ഞു, അള്ളാഹു 7 ആകാശങ്ങളിലും ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പേര് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സിംഹം എന്നാണ് വെച്ചിട്ടുള്ളത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഠിന ശത്രുക്കളിൽ ഒരാൾ ഹിന്ദയായിരുന്നു. അവർ എത്രമാത്രം ശത്രുവായിരുന്നു എന്നാൽ ഉഹദ് യുദ്ധത്തിന്റെ അവസരത്തിൽ ജനങ്ങളെ കവിതകൾ ചൊല്ലിക്കൊണ്ട് പോയി ഇസ്ലാമിന്റെ സൈന്യത്തെ ആക്രമിക്കൂ എന്ന് പറഞ്ഞ് ഇളക്കി വിട്ടിരുന്നു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഭയാനകമായ ഒരു ഘട്ടം വന്നപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനായ ഹദ്റത്ത് ഹംസയുടെ കരളെടുത്ത് എന്റെ അടുക്കൽ വരുന്നവർക്ക്, അദ്ദേഹത്തിന്റെ മൂക്കും കാതും വെട്ടിക്കൊണ്ടുവരുന്നവർക്ക് ഇന്ന സമ്മാനം നൽകാമെന്ന് വിളംബരപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഹദ്റത്ത് ഹംസയുടെ മൃതദേഹത്തോട് അങ്ങനെ തന്നെ വർത്തിക്കുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനോട് ഇന്ന രീതിയിലെല്ലാം അനാദരവ് കാട്ടിയെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായും വേദനയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശത്രുക്കൾ ഇത്തരം അക്രമപരമായ ചെയ്തികൾ ആരംഭിച്ചിരിക്കെ ഞാനും അതേ രീതിയിൽ അവരോട് പെരുമാറുന്നതാണ്. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി നൽകിക്കൊണ്ട് പറഞ്ഞു, അവർ അക്രമപരമായി പെരുമാറിയാലും താങ്കൾ അത്തരം ചുവട് വെക്കരുത്, ഓർക്കുകയും മാപ്പാക്കുകയും ചെയ്യുക. മൃതദേഹങ്ങളെ
വികൃതമാക്കുന്നത് എന്നേക്കുമായി വിലക്കുകയും ചെയ്തു. ഇവിടെ ഹസ്രത്ത് ഹംസയുടെ സഹോദരിയെ പറ്റിയും അവരെങ്ങനെയാണ് ദൈവിക വിധിയിൽ തൃപ്തിപ്പെടുകയും അനുസരണത്തിന്റെ അസൂയാവഹമായ മാതൃക കാണിച്ചതെന്നും എഴുതിയിട്ടുണ്ട്. ഹസ്രത്ത് സുബൈർ നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധത്തിന്റെ സമാപന ദിവസം ഒരു സ്ത്രീ മുന്നിലൂടെ വളരെ ശീഘ്രഗതിയിൽ വരുന്നതായി കണ്ടു. അവർ ശുഹദാക്കളുടെ മൃതദേഹങ്ങൾ കാണാൻ അടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സ്ത്രീ അവിടെ വരുന്നത് ഉചിതമാണെന്ന് കരുതിയില്ല. മൃതദേഹങ്ങൾ വളരെ മോശമായ അവസ്ഥയിൽ വികൃതമാക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അധിക പേരുടെ ഇതും കാണപ്പെട്ടത്. അതുകൊണ്ട് പറഞ്ഞു, ആ സ്ത്രീയെ തടയുവിൻ, ആ സ്ത്രീയെ തടയുവിൻ. അതിൽ സുബൈർ പറയുന്നു, ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് എൻ്റെ മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഹസ്രത്ത് സഫിയ ആയിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവർ ശുഹദാക്കളുടെ മൃതദേഹങ്ങൾക്ക് അടുത്തേക്ക് എത്തുന്നതിന് മുമ്പേ ഞാൻ അവരുടെ അടുത്തെത്തി. അവരെന്നെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് എന്നെ തള്ളി മാറ്റി. അവർ നല്ല ദൃഢഗാത്രയായിരുന്നു. അവർ പറഞ്ഞു, പിന്നിലേക്ക് മാറൂ, ഞാൻ നീ പറയുന്നതും കേൾക്കുന്നതല്ല. ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ അവരുടെ മൃതദേഹങ്ങൾ കാണുന്നതിൽ നിന്ന് താങ്കളെ തടയാൻ പറഞ്ഞിരിക്കുന്നു. അത് കേട്ടയുടനെ അവരവിടെ തന്നെ നിന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന 2 തുണികൾ തന്നുകൊണ്ട് പറഞ്ഞു, ഈ 2 തുണികൾ ഞാൻ എൻ്റെ സഹോദരൻ ഹദ്റത്ത് ഹംസയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ ഷഹാദത്തിനെ പറ്റി അറിവ് ലഭിച്ചിരിക്കുന്നു. ഏതായാലും അവർ തന്റെ മകൻ പറഞ്ഞതൊന്നും അനുസരിച്ചില്ല. അവർ അവനെ തള്ളി പിന്നിലേക്ക് മാറ്റി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേട്ടപ്പോൾ ദുഃഖഭരിതമായ സന്ദർഭമായിട്ട് പോലും സുബോധത്തോടു കൂടി അനുസരണം കാണിക്കുകയുണ്ടായി. തുടർന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, ഞാൻ പിന്മാറിയിരിക്കുന്നു, മുന്നോട്ട് പോകുന്നതല്ല. പക്ഷെ എൻ്റെ സഹോദരൻ ഷഹീദായിരിക്കുന്നുവെന്നും കാഫിര്യങ്ങൾ അദ്ദേഹത്തിന്റെ മൃതദേഹം വികലമാക്കിയെന്നും ഞാൻ അറിയാനിടയായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സബർ ചെയ്യാമെന്നും അലമുറയില്ലെന്നും വാഗ്ദാനം ചെയ്തു കൊള്ളുന്നു. ഹദ്റത്ത് സുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, പോകാൻ അനുവദിക്കൂ, പോയി കണ്ടുകൊള്ളട്ടെ. അവർ സഹോദരന്റെ മൃതദേഹത്തിന് അടുക്കലെത്തി അവിടെ ഇരുന്നു. സിംഹത്തെ പോലെ ധൈര്യവാനായ ഷഹീദിന്റെ മൃതദേഹം കണ്ടപ്പോൾ അനിയന്ത്രിതമായി കണ്ണുകളിൽ നിന്ന് അശ്രു വരാൻ തുടങ്ങി. പക്ഷേ നാവ് കൊണ്ടൊന്നും ഉരിയാടിയില്ല. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവരുടെ അടുത്തെത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകളിൽ നിന്നും അശ്രു പൊഴിയുന്നുണ്ടായിരുന്നു. ധീരയും സഹനശീലിയുമായ സഹോദരി കുറച്ചു സമയം അശ്രുക്കളാൽ തന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പിന്നെ എഴുന്നേറ്റ് തന്റെ മകനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി 2 തുണികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപ്പറ്റി നേരത്തെ പറഞ്ഞതാണ്. ഷഹാദത്തിനെ പറ്റി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുമായി വന്നത്. നീ അദ്ദേഹത്തെ ഈ തുണിയിൽ കഫൻ ചെയ്യണം. നിവേദകൻ പറയുന്നു, ഞങ്ങൾ ഹദ്റത്ത് ഹംസയെ പ്രസ്തുത 2 തുണികളിൽ കഫൻ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പാർശ്വത്തിൽ ഒരു അൻസാരി ഷഹീദായി കിടക്കുന്നത് കണ്ടു. ഹദ്റത്ത് ഹംസയോട് ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തോടും ചെയ്തിട്ടുണ്ട്. ഹദ്റത്ത് ഹംസയെ 2 തുണിയിൽ കഫൻ ചെയ്യുകയും ആ അൻസാരിക്ക് ഒരു തുണി പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നതും ഞങ്ങളെ ലജ്ജിതരാക്കി. ആയതിനാൽ ഒരു തുണി കൊണ്ട് ഹദ്റത്ത് ഹംസയെയും 2ാമത്തെ തുണിയിൽ ആ അൻസാരി സഹാബിയെയും കഫൻ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2 പേരിൽ ഒരാൾ ഉയരം കൂടിയ ആളാണെന്ന് മനസ്സിലായി. ഞങ്ങൾ നറുക്കിടുകയും അവരുടെ പേരിൽ ഏത് തുണിയാണോ വന്നത് അതിൽ ഞങ്ങൾ അവരെ കഫൻ ചെയ്യുകയും ഉണ്ടായി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ പറയുന്നു, ഹദ്റത്ത് ഹംസ കാഫിര്യങ്ങളുടെ സൈന്യം അങ്കലാപ്പിലാണെന്ന് കണ്ടപ്പോൾ സൈന്യത്തിന്റെ നടുവിലേക്ക് തള്ളിക്കയറി. മുസ്ലിങ്ങൾ വിജയം വരിച്ചിട്ടുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ ജുബൈറിന്റെ കൂട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയെ വിസ്മരിച്ചുകൊണ്ട് യുദ്ധം മുതൽ സ്വരുക്കൂട്ടാനുള്ള ശ്രമത്തിൽ താഴേക്ക് വന്നു. ശത്രു പ്രസ്തുത ഭാഗം കാലിയാണെന്ന് കണ്ടപ്പോൾ സവാരികളുമായി ഇസ്ലാമിക സൈന്യത്തിനരികിലെത്തി. ഘോര യുദ്ധം നടന്നു. ഹസ്രത്ത് അമീർ ഹംസയും അബ്ദുല്ലാ ബിൻ ജുബൈറും ഷഹീദാക്കപ്പെട്ടു. ഹസ്രത്ത് അലിക്കും ഹസ്രത്ത് ഉമറിനും
ഹസരത്ത് അബൂബക്കറിനും പരിക്കേറ്റു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ബിൻത്ത് ഉത്ബ അമീർ ഹംസയുടെ കരൾ പറിച്ചെടുത്ത് ചവയ്ക്കുകയും വധിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ കാതും മൂക്കും ഛേദിച്ച് അതുകൊണ്ട് മാലയുണ്ടാക്കി കഴുത്തിലണിയുകയും ചെയ്തു. ശൂതാക്കളുടെ മൃതദേഹങ്ങളോട് ചെയ്യുന്ന അനാദരവ് കാണുന്ന മുസ്ലിങ്ങളുടെ കണ്ണുകളിൽ രക്തമൂറുന്നുണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഏറെ ഖിന്നനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെയേറെ കോപമുണ്ടായി. ഇനി നിങ്ങൾക്ക് വിജയം കിട്ടുമ്പോൾ നിങ്ങൾ കാഫിര്യങ്ങളുടെ മൃതദേഹങ്ങളോടും ഇതേ രീതിയിൽ പെരുമാറുക എന്നും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ ഹദ്റത്ത് ഹംസയെ കണ്ടപ്പോൾ പറഞ്ഞു, ലഅംസലന ബിസബഈന മിൻഹും മക്കാനിക്, അതായത് നിനക്ക് പകരം അവരുടെ 70 പേരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കുന്നതാണ്. എന്നാൽ നൈസർഗികമായ കാരുണ്യം താൽക്കാലികമായ മാനുഷിക കോപത്തെ അതിജയിച്ചു. താഴെ ചേർക്കുന്ന ആയത്ത് ഇറങ്ങാൻ അത് നിമിത്തമായി. വൈൻ ആഖിബത്തും ഫആഖിബൂ ബിമിസ്ലി മാ ഊഖിബ്തും ബിഹി വലയിൻ സബർത്തും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. അത്തരം സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഘട്ടത്തിൽ ഈ സബറാണ് ഉത്തമം. അതെ, വമാ അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കാരുണ്യമാണെന്നതിന്റെ പൊരുൾ ഇതിൽ അദ്ദേഹം വിവരിക്കുകയാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ പറയുന്നു, അന്നു മുതൽ മൃതദേഹങ്ങളെ നശിപ്പിക്കുകയും അവയെ വികൃതമാക്കുകയും ചെയ്യുന്ന നശിച്ച സമ്പ്രദായം അതാകട്ടെ പിന്നിൽ എല്ലാ ജനതകളിലും ഉണ്ടായിരുന്നതാണ് താനും. മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായും വിലക്കപ്പെട്ടു. ഇത് ഇസ്ലാമിന്റെ മാത്രം മേന്മയാകുന്നു. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ സങ്കടമുണ്ടായി. അബ്ദുല്ലാ ബിൻ ജുബൈറിന്റെ സംഘത്തിന്റെ തെറ്റ് കാരണമാണ് ഈ പ്രയാസങ്ങൾ വന്നത്. എന്നാൽ വലിയൊരു പ്രയോജനവും ലഭിച്ചു. അതായത് മുനാഫിക്കങ്ങളുടെ കാപട്യവും യഹൂദികളുടെ വിദ്വേഷവും വളരെ പ്രകടമാകുകയും മുസ്ലിങ്ങൾ ആരെല്ലാമാണെന്ന് വ്യതിരിക്തമാക്കപ്പെടുകയും ചെയ്തു. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഠിന ശത്രുക്കളിൽ ഒരാൾ ഹിന്ദയായിരുന്നു. ഹിന്ദ എന്നത് ഉറുദുവിലാണ് പറയുന്നത്. ഹിന്ദ് എന്നാണ് അവരുടെ ശരിയായ പേര്. അവർ എത്രമാത്രം ശത്രുവായിരുന്നു എന്നാൽ ഉഹദ് യുദ്ധാവസരത്തിൽ ജനങ്ങളെ കവിതകൾ ചൊല്ലിക്കൊണ്ട് പോയി ഇസ്ലാമിക സൈന്യത്തെ ആക്രമിക്കൂ എന്ന് പറഞ്ഞ് ഇളക്കിവിട്ടിരുന്നു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഭയാനകമായൊരു ഘട്ടം വന്നപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവിനായ ഹദ്റത്ത് ഹംസയുടെ കരളെടുത്ത് തന്റെ അടുക്കൽ വരുന്നവർക്ക്, അദ്ദേഹത്തിന്റെ മൂക്കും കാതും ഛേദിച്ചു കൊണ്ടുവരുന്നവർക്ക് സമ്മാനം നൽകാമെന്ന് വിളംബരപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഹംസയുടെ മൃതദേഹത്തോട് അങ്ങനെ തന്നെ പെരുമാറുകയുമുണ്ടായി. യുദ്ധത്തിന് ശേഷം തന്റെ പിതൃവിനോട് ഇന്ന രീതിയിലെല്ലാം അനാദരവ് കാണിച്ചുവെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സ്വാഭാവികമായും വേദനയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശത്രുക്കൾ ഇത്തരം അക്രമപരമായ ചെയ്തികൾ ആരംഭിച്ചിരിക്കെ ഞാനും അതേ വിധത്തിൽ അവരോട് പെരുമാറുന്നതാണ്. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി നൽകിക്കൊണ്ട് പറഞ്ഞു, അവർ ആക്രമണം കാണിച്ചാലും താങ്കൾ അത്തരം ചുവടുവെക്കരുത്. ഓർക്കുകയും മാപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. ശേഷിക്കുന്ന യുദ്ധവിവരണം ഇൻഷാ അല്ലാഹ് പിന്നീട് കേൾപ്പിക്കുന്നതായിരിക്കും. ഞാൻ കുറച്ചായി ഫലസ്തീനുകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയാറുള്ളതാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതിക്രമങ്ങൾക്കെതിരെ ശരിയായ നിലയിൽ പ്രവർത്തിക്കാൻ ലോകത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ അല്പം കൂടി ഉച്ചത്തിൽ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അക്രമവും അനീതിയും നടക്കുന്നുവെന്ന് സംസാരമുണ്ടാകുന്നു. എന്നാൽ ഇസ്രായേൽ ഭരണകൂടത്തെ എല്ലാവരും ഭയപ്പെടോടെയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിന് പ്രകൃത്യ വിരോധമുള്ളത് കൊണ്ടാകാം. അവർക്കുള്ള മുസ്ലിം വിദ്വേഷം കാരണം അവർ ആഗ്രഹിക്കുന്നത് ഈ അതിക്രമങ്ങൾക്ക് അറുതി വരരുതെന്നോ അല്ലെങ്കിൽ വേണ്ട വിധം അതിനെതിരെ പ്രയത്നങ്ങൾ ഉണ്ടാകരുതെന്നോ ആണ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വയോധികർക്കും മേലാണ് അതിക്രമം നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും അവരെ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാനാകില്ലെങ്കിലും
നമ്മുടെ ഭാഗത്തു നിന്നും പരിശ്രമം ഉണ്ടാകണം. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദുആയും ചെയ്തുകൊണ്ടിരിക്കണം. മുസ്ലിം രാജ്യങ്ങൾക്ക് തങ്ങളുടെ ശബ്ദം കൂടുതൽ ഉച്ചസ്ഥരമാക്കാൻ, യഥാവിധം ഒറ്റക്കെട്ടായ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ, അതിക്രമം ഇല്ലാതാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. അതിലൊന്നാമത്തേത് ജനാബ് ഷേഖ് അഹമ്മദ് ഹുസൈൻ അബു സർദാന സാഹിബിൻ്റെതാണ്. ഇസ്രായേലിലെ ഗസ പ്രദേശത്തെ നിവാസിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മുഹമ്മദ് ഷരീഫ് ഓദേ സാഹിബ് ഇപ്രകാരം എഴുതുന്നു: കഴിഞ്ഞ ദിവസം ഗാസയിൽ നടന്ന ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നമ്മുടെ ഒരു മുതിർന്ന അഹമ്മദി സഹോദരൻ ഷേഖ് അഹമ്മദ് ഹുസൈൻ അബൂ സർദാന സാഹിബ് ഷഹീദാവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഷഹീദാകുന്ന ആദ്യ അഹമ്മദിയാണ് അദ്ദേഹം. ഏകദേശം 94 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ പണ്ഡിതനാണ് അദ്ദേഹം. 1970 പരേതൻ ചില സുഹൃത്തുക്കളോടൊപ്പം ഹൈഫയിലേക്ക് വന്നിരുന്നു. അന്ന് പെരുന്നാൾ ദിവസമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ നമസ്കാരത്തിനായി മർഹൂം തന്റെ സുഹൃത്തുക്കളോടൊപ്പം കബാബീറിലെത്തി. മൗലാന ബഷീറുദ്ദീൻ ഉബൈദുല്ലാ സാബ് മർഹൂം മുബലി സിൽസില ഈദ് ഖുത്ബയിൽ ഇമാം മഹദിയുടെ ആഗമനത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അത് കേട്ടപ്പോൾ മർഹൂമിന് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായി. അദ്ദേഹം കൂടെ ഇരുന്നിരുന്ന അഹമ്മദിയായ അലാവുദ്ദീൻ ഓദേ സാഹിബിനോട് മൗലാന ബഷീറുദ്ദീൻ ഉബൈദുല്ലാ സാഹിബുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കാൻ ആവശ്യപ്പെട്ടു. സംഭാഷണത്തിനിടയിൽ അദ്ദേഹം മൗലാന സാഹിബിനോട് പറഞ്ഞു, എന്നോട് എൻ്റെ മർഹൂം പിതാവ് ഉപദേശിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇമാം മഹദിയുടെ ആഗമനത്തെക്കുറിച്ച് അറിയാൻ ഇടവന്നാൽ തീർച്ചയായും അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ അന്നു തന്നെ ജനാബ് ഷേഖ് അഹമ്മദ് അബു സർദാന സാഹിബ് ബയ്യത്ത് ചെയ്തു. അദ്ദേഹം ബയ്യത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളും ബയ്യത്ത് ചെയ്യുകയുണ്ടായി. മർഹൂം സ്വദേശത്ത് ഒരു ആദരണീയ പണ്ഡിതൻ എന്ന നിലയ്ക്ക് ജനപ്രിയനുമായിരുന്നു. അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കൾ ആത്മാർത്ഥരായ അഹമ്മദികളാണ്. ബയ്യത്തിന് ശേഷം മർഹൂം അവസരം കിട്ടുമ്പോഴൊക്കെ കബാബീർ സന്ദർശിച്ചിരുന്നു. കബാബീറിലെ അഹമ്മദികളുമായി ബന്ധവും പുലർത്തിയിരുന്നു. ഖിലാഫത്തിനോട് അത്യധികം അനുരക്തിയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ആത്മാർത്ഥനായ അഹമ്മദിയാണെന്ന് പലവട്ടം തെളിയിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനോട് അനിതര സാധാരണമായ സ്നേഹമായിരുന്നു. ആഴ്ചയിൽ ഒരു വട്ടം പൊതുവെ ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുമായിരുന്നു. അതേക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം എനിക്ക് സന്ദേശവും അയച്ചിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് അയച്ചതാണ്. ഫലസ്തീനിലെ മുൻ ചീഫ് ജഡ്ജി ഷേഖ് മുഹമ്മദ് ഹുസൈൻ അബൂ സർദാന സാഹിബ് ഇദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ 2ാം ഭാര്യയ്ക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണ സൗഖ്യം നൽകുമാറാകട്ടെ. ഡോക്ടർ അസീസ് ഹഫീസ് സാഹിബ് ഇവിടെ നിന്ന് ഹ്യൂമാനിറ്റി ഫസ്റ്റിന് കീഴിൽ അവിടെ പോകാറുണ്ട്. അദ്ദേഹത്തിനും പരേതനുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ പരേതനെ കാണാൻ പോയപ്പോൾ ബഹുമാന സൂചകമായി അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. വളരെ വികാരഭരിതനായി തൻ്റെ ഊന്നുവടി കൊണ്ട് എന്നെ തെല്ലൊന്ന് സ്പർശിച്ചിട്ട് പറഞ്ഞു, ഖലീഫത്തുൽ മസീഹിന്റെ പ്രതിനിധിയായ താങ്കൾ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ ഇരിക്കാനാകും? അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനോട് അങ്ങേയറ്റം ബഹുമാനാദരങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മസീമോദ് അലി ഇസ്ലാമിന്റെ ജന്മദേശവുമായി ബന്ധമുള്ള വ്യക്തിയാണ് താങ്കൾ. അദ്ദേഹത്തിന് മസീമോദിനോടും ഖിലാഫത്തിനോടും ഉണ്ടായിരുന്ന സ്നേഹവികാരങ്ങൾ കണ്ട് എൻ്റെ കണ്ണും നിറഞ്ഞുപോയി. തുടർന്ന് അദ്ദേഹം ഡോക്ടർ സാബ് മുഖേന എനിക്ക് സ്വന്തം മൊബൈലിൽ ഒരു സന്ദേശം റെക്കോർഡ് ചെയ്ത് അയച്ചു. ആ സന്ദേശത്തിൽ നിന്നും അല്പഭാഗം ഞാനിവിടെ കേൾപ്പിച്ചു. ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്സലാമു അലൈക്കും ഖലീഫത്തുൽ മസീഹ് ഖാമിസ്.
ഞാൻ എല്ലാ ആഴ്ചയും ഒരു തവണ വിശുദ്ധ ഖുർആൻ മുഴുവനുമായും പാരായണം ചെയ്യുന്നു. ദിവസവും സുബഹി നമസ്കാരത്തിൽ ഞാൻ താങ്കൾക്കായി പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലയോ എൻ്റെ പ്രിയ ഖലീഫ, എന്നെ സഹായിച്ചാലും എനിക്ക് രക്ഷയേകിയാലും ഞാൻ പ്രയാസത്തിലും ആത്മീയമായി ദുരിതത്തിലും ബുദ്ധിമുട്ടിലുമാണ്. പറയുന്നു, ലോകത്തിന് സത്യമല്ലാതെ മറ്റെന്താണ് വേണ്ടത്? പറയുന്നു, ഞാൻ താങ്കളുടെ എല്ലാ കൽപ്പനകളും നിറവേറ്റുന്നു. തുടർന്ന് പറയുന്നു, ലോകത്തിന് സത്യമല്ലാതെ എന്തു വേണം? ദൈവമാർഗത്തിൽ ജിഹാദ് ചെയ്യുക ഇവിടെ വളരെ പ്രയാസകരമാണ്. എന്നാൽ ഞാൻ അതിനായി ദൃഢനിശ്ചയമെടുത്തിരിക്കുന്നു. 1948 യുദ്ധത്തിൽ ഞാൻ എൻ്റെ യൗവനത്തിൽ പങ്കെടുത്തിരുന്നു. ഞാൻ 3 അതിർത്തി യുദ്ധങ്ങളിൽ കമാൻഡർ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു. വീരശൂരത്വം പ്രകടിപ്പിക്കുകയുണ്ടായി. എൻ്റെ പിതാവ് ഒരു വിഖ്യാത സൂഫി വര്യനായിരുന്നു. എൻ്റെ സഹോദരൻ മുഹമ്മദ് ഇവിടെ ഗാസയിലെ ചീഫ് ജഡ്ജിയായിരുന്നു. എൻ്റെ കുടുംബത്തിലെ ചിലർ എന്നെ പ്രയാസപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി അവർക്ക് സന്മാർഗവും സംസ്കരണവും ഉണ്ടാക്കാനായി ദുആ ചെയ്താലും. തുടർന്ന് പറയുന്നു, ഈ ജില്ലയിൽ എനിക്ക് അല്പം സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. തുടർന്ന് അദ്ദേഹം ചില പേരുകൾ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ എനിക്ക് മക്കളെപ്പോലെ പ്രിയപ്പെട്ടവരാകുന്നു. അതിൽ യുവാവായ താരിഖ് അബൂദേ സാഹിബും ഉൾപ്പെടുന്നു. പറയുന്നു, എനിക്ക് സന്താനങ്ങളൊന്നുമില്ല. തുടർന്ന് ദുആ ചെയ്തുകൊണ്ട് പറയുന്നു, അള്ളാഹു താങ്കൾക്ക് മേൽ ഐശ്വര്യം ചൊരിയുമാറാകട്ടെ. ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നവരെയും എനിക്ക് വേണ്ടി താങ്കൾ എൻ്റെ ബയ്യത്ത് സ്വീകരിച്ചാലും അക്കാര്യം ഞാൻ താങ്കൾക്ക് ഉറപ്പ് നൽകുന്നു. അതായത് ഞാൻ എൻ്റെ ബയ്യത്ത് നവീകരിക്കുന്നു. ഞാൻ യഥാർത്ഥ അഹമ്മദിയാണെന്ന് ഉറപ്പു തരുന്നു. തുറന്നു പറയുന്നു, അഹമ്മദിയ വിശ്വാസത്തിന് പുറമെ യാതൊരു വിശ്വാസവും എനിക്കില്ല. ചില വിരോധികൾ പറഞ്ഞിരുന്നത് ഇദ്ദേഹം അഹമ്മദിയായിരുന്നില്ല, മറിച്ച് അങ്ങനെ പറഞ്ഞു പരത്തുന്നതാണെന്നാണ്. എന്നാൽ ഇവിടെ കേൾപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം റെക്കോർഡ് ചെയ്ത വിവരണമാണ്. ഇതിനുശേഷം ഇനി ശത്രുക്കൾ അങ്ങനെ പറയുന്നത് ഒരുപക്ഷെ നിർത്തുമായിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പൂർണ്ണ സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ദുആകൾ ഫലസ്തീനുകാർക്ക് വേണ്ടിയും സ്വീകരിക്കുമാറാകട്ടെ. അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. അവർക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ കെനിയയിലെ ഉസ്മാൻ അഹമ്മദ് ഗാക്കോരിയ സാഹിബിൻ്റെതാണ്. കുറച്ചു നാൾ മുമ്പാണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ദീനീ സേവന കാലയളവ് വളരെ വിപുലമാണ്, പല ദശകങ്ങൾ നീളുന്നതാണ്. 1932 ജനിച്ചത്. 60കളിലാണ് ജമാഅത്തിനെ പറ്റി പരിചയപ്പെടുന്നത്. ഒരു പഴയകാല മുതിർന്ന അഹമ്മദിയായ അറബി മർഹൂം സാലിം അഫീർ സാഹിബാണ് ജമാഅത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. തുടർന്ന് അദ്ദേഹം ജമാഅത്തിന്റെ മുബല്ലിഗായ റോഷൻദീൻ സാഹിബ് മുഖേന 1964 ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. അവസാന ശ്വാസം വരെ ഈ അനുസരണ പ്രതിജ്ഞ വളരെ ഉദാത്തമായ നിലയിൽ പാലിക്കുകയുമുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നു സേവനമനുഷ്ഠിച്ചിരുന്നത്. കെനിയ സ്വതന്ത്രമായ ശേഷം ക്വാലൈപ്പൻ പോളിടെക്നിക് സ്കൂളിലെ ആദ്യ പ്രാദേശിക പ്രിൻസിപ്പളായിരുന്നു. അതുപോലെ മറ്റൊരു പോളിടെക്നിക്കിലെയും പ്രഥമ പ്രാദേശിക പ്രിൻസിപ്പളാകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അതേക്കുറിച്ച് അദ്ദേഹം മിക്കപ്പോഴും വാചാലനാകുമായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഉന്നത പദവിയിലാണ് അദ്ദേഹം റിട്ടയർ ആയത്. വിവിധ ജമാഅത്ത് ഗ്രന്ഥങ്ങൾ സ്വാഹിലി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നെയ്റോബി ജമാഅത്തിലെ ആദ്യത്തെ പ്രാദേശിക പ്രസിഡന്റ് എന്ന സവിശേഷതയും അദ്ദേഹത്തിനുണ്ട്. അതുപോലെ കെനിയ ജമാഅത്തിലെ ആദ്യകാല പ്രാദേശിക മൂസിമാരിൽ അദ്ദേഹവും ഉൾപ്പെടുന്നു. മർഹൂം വളരെ ഉന്നത ഗുണവിശേഷങ്ങൾക്ക് ഉടമയും ആദർശധീരനുമായിരുന്നു. അവസാന നിമിഷം വരെയും സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിച്ചിരുന്നു. ചന്ത നൽകുന്നതിൽ ഒരിക്കലും അമാന്തമോ കാലവിളംബമോ വരുത്തിയില്ല. അദ്ദേഹം കേന്ദ്ര മുബല്ലിഗുമാരെ വളരെയധികം ആദരിച്ചിരുന്നു. ഏതെങ്കിലും അഹമ്മദി വല്ല കേന്ദ്ര മുബല്ലിഗിനെയും കുറിച്ച് തെറ്റായി സംസാരിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യുമ്പോൾ ഉടനടി അയാളെ തടയുമായിരുന്നു.
മാത്രമല്ല അദ്ദേഹം നീരസപ്പെടുകയും കോപിഷ്ഠനാകുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇപ്രകാരം പറയുമായിരുന്നു: ഇന്ന് നിങ്ങൾക്ക് ഈമാന്റെ വെളിച്ചം ലഭിക്കാൻ കാരണം ഇവരാണ്. ഹദരത്ത് മസീഹ് ഇസ്ലാമിൽ വിശ്വസിക്കാൻ തൗഫീഖ് ലഭിച്ചത് ഇവർ മുഖേനയാണ്. അതിനു മുമ്പ് നിങ്ങൾ അജ്ഞതയിൽ അഭിരമിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വംശപരമ്പരയ്ക്കുമേലും അവരുടെ ഔദാര്യമാണുള്ളത്. അതുകൊണ്ട് ഇത്തരം സംസാരം ഒഴിവാക്കുക. ഏതായാലും അത് അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമയായിരുന്നു. എന്നാൽ നമ്മുടെ മുബല്ലിഗുമാരും അവിടങ്ങളിലേക്ക് പുതുതായി പോകുന്നവരും ഉന്നത നിലവാരം കരസ്ഥമാക്കി പ്രാദേശികരായ ആളുകൾക്ക് മുന്നിൽ ഉദാത്ത മാതൃക കാണിക്കേണ്ടതാണ്. മർഹൂം ആദിത്യ മര്യാദയുടെ കാര്യത്തിലും മുൻപന്തിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ മക്കളും ജമാഅത്തുമായി നല്ല ബന്ധമുള്ളവരാണ്. പല നിലകളിൽ ജമാഅത്തിന് സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകൻ അബ്ദുൽ അസീസ് ഗാക്കോറിയ സാഹിബ് ഇപ്പോൾ കെനിയയിലെ സദർ മജ്ലിസ് അൻസാറുള്ളയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മേൽ കരുണ ചൊരിയുകയും പാപപ്രതി നൽകുകയും ചെയ്യുമാറാകട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കാലടികൾ പിന്തുടരാൻ അദ്ദേഹത്തിന്റെ മക്കൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.